ഭാഗമായിട്ട് ഈ കേരളമാണ് ലോകത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിത്ത രാജ്യത്തിലെ സംസ്ഥാനം, ഒരു നാട്. അതിന് അമേരിക്ക ഉൾപ്പെടെ രാജ്യമായിട്ടാണ് കണക്കാക്കിയിട്ട് വിശകലനം ചെയ്തത്. അങ്ങനെയാണ് ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ കൃത്യമായിട്ട് അവാർഡ് കൊടുക്കാൻ ഉൾപ്പെടെ അവർ തീരുമാനിച്ചത്. നിങ്ങൾ കാണണം. അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത്. പക്ഷെ നമുക്ക് ഫണ്ട് തരില്ല. ഫണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ അവസാനം, നമ്മുടെ പേരേ ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് അഭിമുഖീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞും തർമ്മവും ഇല്ലാതിരിക്കുമോ? അതിൻ്റെ മറുപടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. നിങ്ങൾ കേന്ദ്രം ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ലെങ്കിലും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ പറയുന്ന SDP ഉൾപ്പെടെയുള്ളവർ സമരം നടത്തിയിട്ട് അത് പൂട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ അതിജീവിച്ച് ഞങ്ങൾ ഈ കേരളത്തിൽ ലോകോത്തരമായ ഒരു പദ്ധതിക്ക് രൂപം നൽകിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് 2-ാം തീയതി ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ ലോകത്തിന് സമർപ്പിക്കാൻ സാധിച്ച കേരള പദ്ധതി. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്.